വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള പരിപ്പ് കറിയുടെ ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അരക്കപ്പ് സാമ്പാർ പരിപ്പ് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ 2 വിസിലിന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല. വെന്ത പരിപ്പിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പാകത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ 2-3 വിസിലിന് ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കാം. കുക്കറിലെ പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷമാണ് കുക്കർ തുറന്നു നോക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാനുണ്ട്. ഒരു മന്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ടൊക്കെ ഉടച്ചെടുക്കാം. ആ സമയത്ത് കൂടുതൽ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഉടച്ചെടുത്തതിന് ശേഷം ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ തിളക്കുന്നതിനനുസരിച്ചിട്ട് പരിപ്പ് നന്നായിട്ട് കുറുകി വരികയും ചെയ്യുന്നതാണ്. ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും മിതമായിട്ടുള്ള അളവിൽ ചേർക്കാൻ നോക്കണം. ആവശ്യമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാമല്ലോ. താളിപ്പിനായിട്ട് പാന് ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 3-4 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ചെറിയുള്ളിയുടെ കളറ് ലൈറ്റ് ബ്രൗൺ ആവുമ്പം താളിപ്പ് കറിയിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. കറിയുടെ അരോമ നഷ്ടപ്പെടാണ്ടിരിക്കാനായിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ.